CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാർഡ് മെമ്പർക്കെതിരെയുള്ള പീഡന പരാതിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ 13 വാർഡ് മെമ്പർ സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പീഡനക്കേസിൽ പ്രതിയായ വാർഡ് മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ മെമ്പർമാർ. എന്നാൽ പരാതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു. പെരുന്നാളിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് വിതരണം വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് നേരെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രതിഷേധം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാക്കളും പ്രവർത്തകരും ബാങ്കിലെത്തി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ചുങ്കം മുതൽ കോട്ടോപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ കൽവർട്ടുകളുടെയും ഓടകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ പാതയിലെ സൈഡ് ബോളുകളും കൽവർട്ടുകളുമാണ് ഇപ്പോൾ പ്രധാനമായും നിർമ്മിച്ചു വരുന്നത്. പെരുന്നാളിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് വിതരണം വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് നേരെ മുസ്ലിം ലീഗിന് ശക്തമായ പ്രതിഷേധം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാക്കളും പ്രവർത്തകരും ബാങ്കിലെത്തി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഈ ഒരു ചർച്ച വരുത്താൻ ഉദ്ദേശം, ഈ ഒരു ചർച്ച ഇവിടെ വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയപരമായ വിഷമമാണ്. എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് സ്വാഭാവികമായിട്ടും ജനകീയ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്താനുള്ളതാണ് ഇവിടെ. രാഷ്ട്രീയം നിങ്ങൾ കളിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയം ഇതൊരു ഉത്സവം അല്ലെങ്കിൽ നമ്മൾ പറയില്ല. ഇത് പെരുന്നാളായതുകൊണ്ട് മാത്രമാണ് ഈ വന്നതും നിങ്ങളോട് പറയേണ്ട കാരണം. പെൻഷൻ തുക തറവാട്ട് സ്വത്ത് പോലെ ആർക്കും സൗജന്യമായി കിട്ടുന്നതല്ലെന്നും ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും അത് വാങ്ങാനെത്തുന്നവരോട് വോട്ട് ചെയ്യണം എന്ന് പോലും ചിലർ ആവശ്യപ്പെടുന്നതായും നേതാക്കൾ ആരോപിച്ചു. പെരുന്നാളിന് മുൻപ് പെൻഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അത് 1-2 ദിവസം ബോധപൂർവം വൈകിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് കഴിഞ്ഞുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത് തികച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ്. നമ്മുടെ രാഷ്ട്രീയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളുമൊക്കെ ഉണ്ടാവും. പക്ഷേ പാവപ്പെട്ട നിരാലംബരായ ഈ പെൻഷൻ അർഹതപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ പരിതാപകരമാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പെൻഷൻ പെരുന്നാളിന് 2 ദിവസം മുന്നേ 25-ാം തീയതി തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അവഹേളിക്കുന്നതിന് വേണ്ടി, ജനമധ്യത്തിൽ UDF സർക്കാരിനെ അവഹേളിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ഭരണസമിതിയും ബന്ധപ്പെട്ട അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും ചെയ്ത അനാസ്ഥയാണ് എന്നാണ് CCN മണ്ണാർക്കാട്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ചുങ്കം മുതൽ കോട്ടോപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ കൽവർട്ടുകളുടെയും ഓടകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ പാതയിലെ സൈഡ് ബോളുകളും കൽവർട്ടുമാണ് ഇപ്പോൾ പ്രധാനമായും നിർമ്മിച്ചു വരുന്നത്. ചുങ്കം സ്കൂളിന് പരിസരത്തെയും കല്യാണക്കാപ്പിലെയും കൽവർട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. വേങ്ങ പടവിൽക്കുളമ്പ് റോഡ് പരിസരത്തെ കൽവർട്ടിന്റെ ഒരു വശത്തെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗം യാത്രയോഗ്യമാക്കുന്ന മുറയ്ക്ക് മറുവശത്തെ നിർമ്മാണവും നടക്കും. കോട്ടോപ്പാടം അയ്യപ്പൻകാവ് പരിസരത്തെ കൽവർട്ടിന്റെ നിർമ്മാണം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചു. ചുങ്കം മുതൽ കോട്ടോപ്പാടം വരെയുള്ള ഭാഗങ്ങളിലെ ചിലയിടങ്ങളിൽ പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള അഴുക്കുചാലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരംപുത്തൂർ
ചുങ്കം വരെ 18.1 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിലെ പാത മലയോര ഹൈവേയായി വികസിപ്പിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ട പ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആദ്യ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. 91.4 കോടി രൂപയാണ് ചിലവ്. 2 വർഷമാണ് കരാർ കാലാവധി. 12 മീറ്റർ വീതിയിൽ മഴവെള്ള ചാലോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുക. ഇതിൽ 9 മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മെമ്പർക്കെതിരെ പീഡന പരാതി. 13-ാം വാർഡ് CPM അംഗം സുജിത്തിനെതിരെയാണ് പരാതി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ സുജിത്തിനെതിരെയാണ് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ യുവതി പരാതി നൽകിയത്. ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിൽ വെച്ചും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവതി പരാതിയിൽ ആരോപിക്കുന്നു. പോലീസ് സുജിത്തിനെതിരെ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം. പീഡനക്കേസിൽ ആരോപണ വിധേയനായ വാർഡ് മെമ്പർ ഉടനടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റാരോപിതനായ മെമ്പറുടെ രാജി ആവശ്യപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി തയ്യാറാവണമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല ആവശ്യപ്പെട്ടു. ഇന്നലെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തതായി നമ്മളെല്ലാവരും അറിഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്ക് കുറച്ചെങ്കിലും ആർജവമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ മാറ്റി നിർത്തി രാജിവെപ്പിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ സൂചകമായി കണ്ടാണ് ഇപ്പോൾ നടന്ന ഈ സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൂചന കണ്ട് ശ്രീകൃഷ്ണപുരം ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തണമെന്നാണ് നമുക്കെല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത്. ഈ സൂചന സമരം കണ്ട് അവർ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പരിധിയിൽ ശക്തമായ സമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കും. രാജിവെക്കുന്നവരെയും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. മെമ്പർ രാജിവെക്കാൻ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ പ്രകടനത്തിന് വാർഡ് മെമ്പർ V ഗിരിജ, BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V വിശ്വനാഥൻ, ബാലകൃഷ്ണ വാര്യർ, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി P ശബരി, സജിത് നമ്പൂതിരി, രാമൻകുട്ടി മംഗലാംകുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. വാർഡ് മെമ്പർക്കെതിരെയുള്ള പീഡന പരാതിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ 13-ാം വാർഡ് മെമ്പർ സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിയായ വാർഡ് മെമ്പർ രാജിവെക്കുക, പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക, പഞ്ചായത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ഉദ്ഘാടനം ചെയ്തു. ഇര ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുകയും തനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി ശ്രീകൃഷ്ണപുരം SHOയുടെ മുമ്പിൽ മൊഴിയായി രേഖപ്പെടുത്തുകയുമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ആ പ്രതിക്കെതിരെ FIR ഇടുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കേസിൽ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ പേരിൽ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയുമാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായ P അരവിന്ദാക്ഷൻ മാഷോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ വലിയ തോതിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുന്ന ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ പ്രസിഡന്റും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ആ ആരോപിക്കപ്പെട്ട വ്യക്തിയെ ഉടനടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും തുടർന്നുള്ള ഗ്രാമസഭകളിലും തുടർന്നുള്ള
ബോർഡ് യോഗങ്ങളിൽ നിന്നും ഉടനടി അദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ അന്വേഷണവുമായി സഹകരിപ്പിക്കണം. അതിന് പാർട്ടിയും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന അധ്യക്ഷനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. പി ഗിരീശൻ, മണികണ്ഠൻ പാലാങ്കുഴി, വിനോജ് രാമൻ, സംഗീത് എസ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സുജിത്തിനെതിരെയുള്ള പരാതിയിൽ പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ശക്തമായ മാർച്ച് നടത്തുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് CPM പീഡിപ്പിക്കുന്നത്. അവർ പറയുന്നു CPMന്റെ സർവീസ് സഹകരണ ബാങ്കാണ്. ഞാൻ പറഞ്ഞാൽ കുട്ടിക്ക് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുട്ടി അവന്റെ വാക്ക് ലഭിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ കുട്ടിയെ പീഡിപ്പിച്ചു. ഇതിനെതിരെയാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടല്ലോ, ഇവിടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് എന്താ മറുപടി പറയാത്തത്? അയാളുടെ ഒരു അംഗമാണല്ലോ, എന്താ പ്രസിഡന്റ് മറുപടി പറയാത്തത്? ഈ ആളെ സുജിത്തിനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചിങ്ങേരി ഭാസ്കരൻ ഭാര്യയെ പോലെ സംരക്ഷിക്കാം എന്നും ജോലി ശരിയാക്കി നൽകാം എന്നും പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചു എന്നാണ് ശ്രീകൃഷ്ണപുരം സ്വദേശിനിയായ 23-കാരിയുടെ പരാതി. 2025 മാർച്ച് മുതൽ 2026 മെയ് വരെയുള്ള കാലയളവിൽ ശ്രീകൃഷ്ണപുരം ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിയിൽ വ്യാഴാഴ്ചയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പ്രതിക്കെതിരെ മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന വിശദീകരണം. CCN കടമ്പഴിപ്പുറം. പീഡനക്കേസിൽ പ്രതിയായ വാർഡ് മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ മെമ്പർമാർ. എന്നാൽ പരാതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു. പീഡനക്കേസിൽ പ്രതിയായ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് രാഗം കോർണർ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ വായ് മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. BJP മെമ്പർ വി ഗിരിജ ഉൾപ്പെടെ വായ് മൂടിക്കെട്ടിയാണ് യോഗത്തിനെത്തിയത്. ആരോപണ വിധേയനെ മാറ്റി നിർത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് മണികണ്ഠൻ പാലാങ്കുഴി ആവശ്യപ്പെട്ടു. നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 13-ാം വാർഡിലെ മെമ്പറുമായിട്ടുള്ള ശ്രീ സുജിത്ത്, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഒരു പീഡന പരാതി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആവശ്യം പഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരോപണ വിധേയനാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ തയ്യാറാവണം. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേസ് അന്വേഷിക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. തീർച്ചയായിട്ടും ഇതിനൊരു അന്തിമ തീരുമാനം വരുന്നവരേക്ക് ഇതിൻ്റെ പിന്നിൽ തന്നെ പ്രതിഷേധവുമായിട്ടുണ്ടാവും. CPM മാതൃക കാണിക്കണം. ഈ കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്നാൽ പരാതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പർ, ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സുജിത്തിനെതിരെ ഒരു പരാതിയുണ്ട് എന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. പരാതി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത എന്ത് എന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടില്ല. മാത്രമല്ല സുജിത്തിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ബന്ധപ്പെടാനോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ടില്ല എന്നതുകൂടി ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പരാതി കൃത്യമായിട്ട് എന്താണെന്ന് പഠിക്കാനും
അതുപോലെ തന്നെ ശുചിത്വത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള പരിശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമത്തിൻ്റേതായിട്ടുള്ള വഴികളിലൂടെ പോകണമെന്നുള്ള അഭിപ്രായമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. സ്വാഭാവികമായിട്ടും നിയമ സംവിധാനങ്ങൾ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള നടപടികൾ നടക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ളത്. അതേസമയം സുജിത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി പാർട്ടി ഏരിയ കമ്മിറ്റി അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ടൗണിൽ കുന്നുമ്മൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള പാണ്ടി ബിൽഡിംഗിൽ വൈകിട്ടോടെ തീപിടുത്തമുണ്ടായി. ബിൽഡിംഗിലേക്കും സമീപത്തെ മറ്റു കെട്ടിടങ്ങളിലേക്കും പോകുന്ന KSEB ലൈനിലാണ് പെട്ടെന്ന് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമായി ഫയർഫോഴ്സ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. തീപിടുത്തത്തെ തുടർന്ന് ബിൽഡിംഗിലെ മെയിൻ സ്വിച്ചുകളും മറ്റ് വൈദ്യുത സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണമായി തകരാറിലായി. ലൈനിൽ നിന്ന് തീ പടരുന്നത് കണ്ട് പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ സംഘടിക്കുകയും വിവരമറിഞ്ഞ് മലപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം അതിവേഗം സ്ഥലത്തെത്തുകയും ചെയ്തു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് KSEBയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. വിപണി കവലയായ കുന്നുമലിൽ വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്തുണ്ടായ തീപിടുത്തം പ്രദേശത്ത് അല്പസമയം ആശങ്ക പടർത്തി. CCN മലപ്പുറം. കാലവർഷത്തിന് മുന്നോടിയായി മഴക്കാല രോഗങ്ങളെ തടയുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജനപങ്കാളിത്തത്തോടെയും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയുമാണ് നഗരസഭ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം എന്നോണം പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന റോഡുകൾ കേന്ദ്രീകരിച്ച് പ്രമുഖ വ്യാപാരി സാമൂഹിക സംഘടനകളും സ്ഥാപനങ്ങളും ശുചീകരണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് പരിപാടിയിൽ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് ഊട്ടി റോഡ് മർച്ചന്റ്സ് യൂത്ത് വിംഗും മണ്ണാർക്കാട് റോഡ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും കോഴിക്കോട് റോഡ് വ്യാപാരി സമിതിയും ശുചീകരിക്കും. പട്ടാമ്പി റോഡിന്റെ ശുചീകരണ ചുമതല വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നഗരസഭ ടൗൺ ഹാൾ മാർക്കറ്റ് റോഡിന്റെ ചുമതല മൗലാന ഹോസ്പിറ്റലുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫസൽ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ സ്വാഗതം പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാർഡ് മെമ്പർക്കെതിരെയുള്ള പീഡന പരാതിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ 13ാം വാർഡ് മെമ്പർ സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പീഡനക്കേസിൽ പ്രതിയായ വാർഡ് മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ മെമ്പർമാർ. എന്നാൽ പരാതിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. പെരുന്നാളിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് വിതരണം വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് നേരെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രതിഷേധം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാക്കളും പ്രവർത്തകരും ബാങ്കിലെത്തി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ചുങ്കം മുതൽ കോട്ടോപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ കൽവർട്ടുകളുടെയും ഓടകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ പാതയിലെ സൈഡ് ബോളുകളും കൽവർട്ടുകളുമാണ് ഇപ്പോൾ പ്രധാനമായും നിർമ്മിച്ചു വരുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.